ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു സ്ഥലം അത് ബലൂചിസ്ഥാനാണ്. ബലൂചിസ്ഥാനിൽ വലിയ രീതിയിൽ തന്നെയാണ് പാകിസ്ഥാൻ പട്ടാളം തിരിച്ചടി വാങ്ങിയത്. അവരുടെ ആക്രമണത്തിൽ നൂറുകണക്കിന് പാക് പട്ടാളക്കാർ നിരന്തരം കൊല്ലപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാർത്ത വരികയാണ്. അത് ഇങ്ങനെയാണ്: അവിടെ ആ പ്രദേശത്തെ നിർണായക പദവിയിലേക്ക് ഒരു ഹിന്ദു വനിത കടന്നു വരികയാണല്ലോ. തീർച്ചയായിട്ടും. അതായത് ബലൂചിസ്ഥാനിൽ ഒരു ഹിന്ദു വനിത അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട് ചുമതല ഏറ്റെടുക്കുന്നു. അത് ഈ അവിടുത്തെ PSC പരീക്ഷ പാസ്സായി, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ പാസ്സായിട്ട് വന്നതാണ് അവർ. നമുക്കറിയാം, ഈ ബലൂചിസ്ഥാനിൽ വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളൊക്കെ വേട്ടയാടപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടുത്തെ ഹിന്ദുക്കളും സിഖുകാരും ജൈനരും ബൗദ്ധരും ക്രിസ്ത്യാനികളും ഒക്കെ ഈ ഒരു മതരാഷ്ട്രമായ പാകിസ്ഥാനിൽ വേട്ടയാടപ്പെടുന്നത് സ്വാഭാവികമാണ്, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ ബലൂചിസ്ഥാനിൽ വലിയ തോതിൽ അവർ വേട്ടയാടപ്പെട്ടു. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലെ മുസ്ലിങ്ങളും, അവിടെ ഈ സുന്നി ഷിയ തർക്കം വളരെ രൂക്ഷമാണ്. അപ്പോൾ ആ മുസ്ലിങ്ങൾ തമ്മിലും വലിയ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ഈ പാക് അപ്രമാദിത്വം, പ്രത്യേകിച്ചും പഞ്ചാബ്, സിന്ധ് തുടങ്ങിയ 2 പ്രവിശ്യകൾ പാകിസ്ഥാനിലെ വളരെ പ്രബലമാണ്. അവിടുത്തെ സൈന്യത്തിൽ കൂടുതലും ഈ പഞ്ചാബിലും സിന്ധിലും ഉള്ള മുസ്ലിങ്ങളാണ് കൂടുതലും ഈ പാക് സൈന്യത്തിൽ ഉള്ളത്. അതുപോലെ പാക് സൈന്യത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്നതും അതിൻ്റെ സൈനിക മേധാവിമാരായിട്ട് വരുന്നതും ISI പോലെ ചാരസംഘടനയുടെ മേധാവിയായിട്ട് വരുന്നതും അതുപോലെ പാക് ഗവൺമെൻറ്റിലെ ഉന്നത സ്ഥാനത്തെത്തുന്നവരും ഒക്കെ ഏറിയ കൂറും ഈ പഞ്ചാബ് സിന്ധ് പ്രദേശങ്ങളിലുള്ളവരാണ്. ആ പ്രവിശ്യകളിൽ, ആ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരാണ്. പക്ഷേ ബലൂചിസ്ഥാനും അതുപോലെ തന്നെ മറ്റ് വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത്രയും അവസരങ്ങൾ കിട്ടാറില്ല. വലിയ തോതിൽ ഈ ബലൂചിസ്ഥാനെ, അത് ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഈ അതുകൊണ്ട് തന്നെ ഷിയ മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനവുമുണ്ട് അവിടെ. ഈ ബലൂചിസ്ഥാനെ എപ്പോഴും ഒരു 2ാം നിര ആയിട്ട് കണക്കാക്കുന്ന ഒരു രീതി പാകിസ്ഥാനിലുണ്ട്, ഈ ബലൂച്ച് പ്രവിശ്യ. പക്ഷേ അവിടെയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ സമ്പത്തിന്റെ മുഴുവൻ കേന്ദ്രവും ഇരിക്കുന്നത് പാകിസ്ഥാനിൽ. ഭരിക്കുന്നവർ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ളവരാണെങ്കിലും ആ മേഖലയിൽ നിന്നുള്ളവരാണെങ്കിലും ധാതു സമ്പത്ത് അവിടെ വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പാകിസ്ഥാനിലെ കൃഷി ഒരു ഈ കാർഷിക മേന്മ അല്ലെങ്കിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച ഒരു അളവ് ഈ പറയുന്നത് പോലെ പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് ജലം കിട്ടുന്നത് അവിടേക്കാണ്. ഈ നമ്മുടെ സിന്ധു നദി ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. അതെ, അതുപോലെ 4-5 നദികളിലെ വെള്ളം, ഝലം നദി, രവി തുടങ്ങിയ സത്ലജ് തുടങ്ങിയ നദികളിലേക്ക് വെള്ളം വലിയ തോതിൽ കൈവഴികളിലൂടെയും മറ്റുമൊക്കെ ഈ പഞ്ചാബിലും സിന്ധിലും ധാരാളം എത്തുന്നുണ്ട്. 80% ആ നദീജലവും എത്തുന്നത് ഈ 2 പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫലഭൂയിഷ്ടമായ മണ്ണാണ് ഈ പഞ്ചാബിലും സിന്ധിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കാർഷികോൽപ്പന്നങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കാൻ അവിടെ ഉള്ള കർഷകർക്ക് സാധിക്കും. അതേസമയം ബലൂചിസ്ഥാൻ കുറേ കൂടെ ഊഷര ഭൂമിയാണ്, കുറേ കൂടെ മണലാരണ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ വലിയ തോതിൽ കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെ ധാതു സമ്പത്ത് വളരെയധികം ഉണ്ട്. ബലൂചിസ്ഥാൻ വലിയ രീതിയിൽ ഈ പറയുന്നത് പോലെ അവരുടേതായ രീതിയിൽ ഈ പാക് GDP ഒരു സംഭാവന നൽകുന്നുമുണ്ട്. പക്ഷേ എല്ലാ കാലവും അവർ ഒരു 2ാം നിര പൗരന്മാരായിട്ടാണ് ബലൂജികൾ പരിഗണിക്കപ്പെട്ടിരുന്നത്. ഷിയ മുസ്ലിങ്ങൾക്ക് അവിടെ സ്വാധീനം പാകിസ്ഥാൻ ഭരണകൂടത്തിൽ ഇല്ല എന്നുള്ളതും കൂടെ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അതിൻ്റെ രാജ്യാന്തര തലങ്ങളിലേക്കുള്ള വിഷയങ്ങളൊന്നും നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല. ചർച്ച ചെയ്യേണ്ടത് ഈ ബലൂചിസ്ഥാനിൽ നിന്നൊരു ഹിന്ദു വനിത അസിസ്റ്റൻറ്റ് കമ്മീഷണർ പദവിയിൽ വന്നിരിക്കുകയാണ്. അത് ചാഗൈ ജില്ലയിലെ നോഷ്കി നഗരത്തിൽ നിന്നുള്ള കാശിഷ് ചൗധരി, 25 വയസ്സാണ് ഈ വനിതയ്ക്കുള്ളത്. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു ഹിന്ദു വനിത അവിടെ ആദ്യമായിട്ട് ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണർ പദവിയിൽ വന്നിരിക്കുന്നു. അതും PSC വഴിയുള്ള നിയമനമാണ്. അതായത് മെറിറ്റിൽ തൻ്റെ പഠന മികവ് കൊണ്ട് അവർ എത്തിയതാണ് ആ പദവിയിൽ എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഈ ബലൂചിസ്ഥാനും പാകിസ്ഥാനിലെ ഭരണകൂടവും പാക് ഭരണകൂടത്തോട് നിരന്തരം വെല്ലുവിളിക്കുകയും ഏറ്റുമുട്ടുകയൊക്കെ ചെയ്യുന്ന, പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെടുന്നൊരു പ്രവിശ്യയാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാം, നിങ്ങളുടെ സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കാൻ
വലിയ രീതിയിൽ സായുധ പോരാട്ടം വരെ നടത്തുന്ന ഒരു 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 ചരിത്രം ബലൂചിസ്ഥാനുണ്ട്. നമുക്കറിയാം, ഏതാണ്ട് ഒരു മാസം മുമ്പാണ് അവിടെ ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി റാഞ്ചി അതിലെ. ഹലോ, അതോടൊപ്പം തന്നെ നാം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്. നമ്മുടെ ഒരു ബിഗ് ബോസ് താരം, അദ്ദേഹത്തിന്റെ വിചാരം ബിഗ് ബോസ് താരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പവറാണ്. ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ തെരഞ്ഞെടുത്ത്, കാരണം അതവിടെ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് മെസ്സേജ് അയക്കുന്നു, തെരഞ്ഞെടുപ്പിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ അങ്ങനെ ഒരു വലിയ, അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും വോട്ട് ചെയ്താണ് താൻ വിജയിച്ചെന്ന ധാരണയുമായി അദ്ദേഹം ബലൂചിസ്ഥാനെ ഇന്ത്യ ചതിച്ചു എന്ന പ്രസ്താവനയുമായെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതറിഞ്ഞില്ല എന്തല്ലേ, ഒരു ഹിന്ദു ഭരണാധികാരി അതറിഞ്ഞിരിക്കാൻ വഴിയില്ല. കാരണം ഇതൊക്കെ അറിയണമെങ്കിൽ അത്യാവശ്യം പത്രം വായിക്കുകയും ഒക്കെ വേണം. അതൊക്കെ അതും പറയായിരിക്കല്ലേ, മോദി ചതിച്ചു, ബലൂചിസ്ഥാനെ ചതിച്ചു, അവിടെ ഒരു ഹിന്ദു വനിതയെ എത്തിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനം ചിലപ്പോൾ ഉണ്ടാകാം. എന്തായാലും ഈ ബലൂചിസ്ഥാനിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രെയിൻ റാഞ്ചിക്കൊണ്ടുപോയി ബന്ദികളാക്കി, സൈന്യവുമായിട്ട് വലിയ കോലാഹലമുണ്ടായി. നിരന്തരം സൈന്യവുമായിട്ട് ഈ ബലൂജ് വിമോചന പോരാളികൾ ഏറ്റുമുട്ടാറുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തോതിൽ നാശങ്ങളും അവർ സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും നമുക്കറിയാം, പലതരത്തിലും ഈ പാകിസ്ഥാനിൽ ബോംബ് സ്ഫോടനങ്ങളടക്കം നടക്കുന്നത് ഈ ബലൂജ് വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. ഈ ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികളെ പാകിസ്ഥാൻ വിളിക്കുന്നത് തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നുമാണ്. എന്നിട്ട് അതേ പാകിസ്ഥാനാണ് ഇന്ത്യയിലേക്ക് കാശ്മീരിനെ വിഘടിപ്പിക്കാനായിട്ട് ആ ഭീകരന്മാരെ നുഴഞ്ഞു കയറ്റി വിടുന്നത്. ഈ ഇരട്ടത്താപ്പ് പാകിസ്ഥാൻ ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ല. ഇനിയും അത് അവസാനിപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അവർക്കുള്ളിൽ തന്നെയുള്ള ഈ ആഭ്യന്തര പ്രശ്നം ഒരിക്കലും അവർക്ക് സമാധാനപരമായി പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയൊട്ടത് സാധിക്കുമെന്നും തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഈ ബലൂജ് വിമോചന പോരാളികൾ പാക് പതാക, അവരുടെ ആസ്ഥാനത്ത് പാക് പതാക വലിച്ചെറിഞ്ഞിട്ട് ബലൂജ് സൈന്യത്തിൻ്റെ ഒരു പതാക അവർ ഉയർത്തി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ക്വറ്റ എന്ന പ്രദേശം പിടിച്ചെടുത്തു അവർ. എന്നിട്ട് ഈ ക്വറ്റ തലസ്ഥാനമാക്കിക്കൊണ്ട് ഞങ്ങൾ പ്രത്യേക രാജ്യം രൂപീകരിച്ചിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് നയതന്ത്ര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ അതിനെന്തെങ്കിലും സാധുതയുണ്ടോ, അതിനെ അംഗീകരിക്കപ്പെട്ടോ എന്നൊന്നും നമുക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ക്വറ്റ പിടിച്ചെടുത്ത്, ക്വറ്റ ഒരു വലിയ നഗരമാണ്, ആ നഗരം പിടിച്ചെടുത്ത് ഈ ബലൂജ് വിമോചന പോരാളികൾ പതാക ഉയർത്തി ഞങ്ങളിതാ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം അവർ നടത്തിയിട്ടുണ്ട്. ഇത് നേരിടാൻ പാക് സൈന്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവരെ ആ ക്വറ്റയിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്താനോ പാക് സൈന്യത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അവിടെ ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടൊരു വനിത കാശിഷ് ചൗധരി എന്ന് പറയുന്ന 25-കാരി ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ട് നിയമാനുസൃതം കൃത്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ട രീതിയിൽ മെറിറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം, അവിടുന്ന് വലിയ തോതിൽ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. അവർ വലിയ തോതിൽ അവിടുത്തെ പ്രോസിക്യൂഷൻസ്, അവിടുത്തെ പീഡനങ്ങൾ, ഈ മതപരമായ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അവർ ആ രാജ്യം വിട്ട് ഓടി വരുന്ന കാഴ്ച ലോകം മുഴുവനും കണ്ടതാണ്. ഇനിയിപ്പോൾ ബലൂചിസ്ഥാൻ്റെ ഭാവി എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും കാശിഷ് ചൗധരിക്ക് എല്ലാവിധ ആശംസകളും നമുക്ക് അർപ്പിക്കാം. ഈ അവസരത്തിൽ ഒരു മികച്ച സേവനം അവർക്ക് നൽകാൻ സാധിക്കട്ടെ എന്നും നമുക്ക് പറയാം.